yes, no, maybe, baby. You know me step correct, always impressive lady. And she be hot and body, you can see it, say it. This is for VJ. யாஹூ யாஹூ பண்ணி பார்த்தும் இவளை போல எந்த கிரகத்திலும் இன்னொருத்தி கிடைக்கவில்லை. இவ டேட்டிங்காக டின்னர் போன ஸ்டார்டர் நான் தானே, ஷாப்பிங் போக குட்டி போன ட்ராலி நான் தானே, மூவி போன சோக சீனில் கர்ஷிப் நான் தானே. பார்க்கதான் இப்படி ஆளுதான் அப்படி. Meet my girlfriend, my hot and spicy girlfriend. Meet my girlfriend, so hot and spicy girlfriend. അതിന്റെ മഹത്വത്തോടു കൂടി ചെയ്യുന്നവരാണ് മലയാളികൾ.
ഓരോ മതവിഭാഗത്തിനും വ്യത്യസ്തമായ മരണാനന്തര ചടങ്ങുകളാണ്. ഇവിടെ അയൽ വീട്ടിലെ മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കുടുംബത്തെ പരിചയപ്പെടാം. ചേച്ചി ഭയങ്കര മോശമാണ് കാണിക്കുന്നത്. സ്വന്തം ഭർത്താവിന്റെ ചിതാഭസ്മം ഇവിടെ കൊണ്ടുവെക്കുമ്പോ അതിന്റെ ഫ്രണ്ട് കിടന്ന് ഡാൻസ് കളിക്കുന്നത് ആൾക്കാരെ മോശമല്ലേ? ഡാൻസ് കളിച്ചതല്ല, പിന്നെ ഞാനിത് കണ്ട് വിഷമം കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആരാണ് അടിപൊളി പാട്ടെടുത്തിട്ടത്? പാട്ടിട്ടൊന്നുമല്ല, പിന്നെ അതിന്റെ മൊബൈലിലെ റിംഗ് ടോണാ, നല്ല ഓണിയോ. ഇന്ന് മാറ്റിക്കോണോ എന്റെ മൊബൈലിലെ റിംഗ് ടോൺ കേട്ടോ. എടാ ബിജുവേ, നീ ഇത് കണ്ടോടാ? ഞാൻ കണ്ട്. എനിക്ക് കാണാൻ വയ്യേ, എനിക്ക് കാണാൻ വയ്യേ, എനിക്ക് കാണാൻ വയ്യേ. ചേച്ചി കാണാൻ പറ്റുമോ നോക്ക്. അയ്യോ കാണാവേ, എനിക്ക് നന്നായിട്ട് കാണാവേ. എവിടെയെങ്കിലും കൊണ്ട് കണ്ണാടി വെച്ചിട്ട് കൊണ്ടുവെക്കണം കാര്യം. എന്താ ബിജുവേ, കഴിഞ്ഞ ആഴ്ചത്തെ പൊടി പോലെ നടന്ന മനുഷ്യനാ. ഇപ്പൊ കിടക്കുന്ന കണ്ടില്ലേ, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അലിക്സ്പ്രേയുടെ പരസ്യം അതല്ലടാ, എന്റെ കരളാടാ ഈ പൊടിഞ്ഞു കിടക്കുന്നത്. കരളെങ്ങനെ പൊടിയാതിരിക്കും? 24 മണിക്കൂറും കുടിച്ചു കിടന്ന കരള് പൊടിഞ്ഞേ പോകത്തുള്ളൂ. എടാ, ഇവിടെ തർക്കുത്തരം പറഞ്ഞോണ്ട് നിൽക്കരുത്. ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ അടുത്ത് കർമ്മത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. കർമ്മത്തിന്റെ കാര്യം ഞാനാണ് ഏറ്റത്. പിന്നെ ആരേറ്റത്? അപ്പുറത്തെ വീട്ടിലെ ബഷീർക്കല്ലേ? എന്റെ ദൈവമേ, ബഷീർക്ക ഇപ്പൊ കർമ്മം നടത്തി തുടങ്ങിയോ? ബഷീർക്ക് ഇതൊക്കെ അറിയാവോടാ? ചേച്ചി ബഷീർക്ക കർമ്മിയെ കൊണ്ടുവരുന്ന ആരും ഞാൻ പറഞ്ഞത്. എങ്കിൽ നീ ഇവിടെ കിടന്ന് നിൽക്കാതെ പോയി ബഷീർക്കെ വിളിക്കാൻ നോക്കടാ. അല്ല പിന്നെ കദീസ, കദീസ. എന്തിനാ നീ നടന്ന് കരയുന്നത്? എങ്കിലും ബഷീർക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ പടച്ചോനെ, ഈ വയസ്സാം കാലത്താ എന്റെ ബഷീർക്ക നിന്നോട്. എന്റെ പൊന്നെ, നീ ഇത് പുറത്താരോടും പറയരുതേ. ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അതിന്റെ നാണക്കേട്. ഇന്ന് കയറി വരട്ടെ ആള്. കദീസ അതല്ല, പിന്നെ കർമ്മം ചെയ്യുന്ന കാര്യം പറഞ്ഞത് ബഷീർക്കായിരുന്നു. ബഷീർക്ക് ഇതുവരെ കർമ്മിയെ കൊണ്ടുവന്നിട്ടില്ല. ബഷീർക്ക കർമ്മിയെ കൊണ്ടുവരാൻ നേരിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുവരും. നീ അതിനിങ്ങനെയാണെന്ന് കരയാതെ. കദീസ നോക്കേ, പോയപ്പോ ഒറ്റയ്ക്ക് പോയി, എന്നെ കൊണ്ടുപോയില്ല. എന്നെ കൂടെ കൊണ്ടുപോ, എന്നെ കൂടെ കൊണ്ടുപോ. നിന്നെ കൂടെ കൊണ്ടുപോകാൻ അങ്ങനെ വീഗാലാൻഡ് ടൂർ പോയതൊന്നും അല്ലല്ലോ. എന്റെ പൊന്നെ, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. നീ ഇങ്ങനെ ഒന്ന് കരയാതെ. എങ്ങനെ കരയാതിരിക്കും? എനിക്ക് എന്റെ കൃഷ്ണേട്ടൻ മരിച്ചതിലല്ല സത്യം പറഞ്ഞ വിഷമം. പിന്നെ കൃഷ്ണേട്ടനും ബഷീർക്കയും കൂട്ടുകാരായിരുന്നല്ലോ. പണ്ടേ ഊണിലും ഉറക്കത്തിലൊക്കെ ഒരുമിച്ചായിരുന്നു. ഒരു പാത്രത്തിലുണ്ട് ഒരു പായി കിടന്നുറങ്ങിയതാ ഇവിടുത്തെ ബഷീർക്ക. അവസാനം കൃഷ്ണേട്ടനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് ബഷീർക്ക ഇവിടെ നിന്ന് സൂഹിക്കുന്നേ. കൃഷ്ണേട്ടൻ പോയി നിനക്ക് വിഷമില്ല. ബഷീർക്ക പയറ് പോലെ ഓടിച്ചാടി നടക്കുന്നതിനകത്താണ് നിനക്ക് വിഷമം. ബഷീർക്ക് എത്തിയിട്ടുണ്ട്. ബഷീർക്ക് വന്നാ? അങ്ങനെ ഒരു കാര്യം ചെയ്യ്, ബഷീർക്ക് പെട്ടെന്ന് വരാൻ പറ. കർമ്മിയുണ്ട് കൂടെ. ആണോ? പഞ്ചറായാലും ഒന്ന് ഇറങ്ങി നടക്കരുതോ? മനുഷ്യനെ ചോദിക്കാനാ ഓട്ടോറിക്ഷയ്ക്ക് വരികയായിരുന്നു. എന്റെ പൊന്നിക്ക, നിങ്ങൾ ഇത്ര നേരം എവിടെ ആയിരുന്നു? രാവിലെ ഇവിടെ ഇറങ്ങി പോയതാണോ? രാവിലെ ഇവിടെ ഇറങ്ങി പോയതാണോ ഈ കർമ്മിയെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്? ഞാൻ ഫ്ലൈറ്റിലൊന്നും അല്ലല്ലോ പോയത്, ഈ മാട്ട സൈക്കിളല്ലല്ലോ. ഇത്തിരി താമസിക്കും. പഞ്ചറായിട്ട് ഇയാളൊന്ന് ഇറങ്ങി തള്ളാൻ പറഞ്ഞിട്ട് ഒരു കൈ സഹായിച്ചില്ല. ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പോരാന്ന് പറഞ്ഞല്ലായിരുന്നോ? ഓട്ടോറിക്ഷയ്ക്ക് പോയി. സമയമായോ? കർമ്മത്തിനുള്ള സമയം തുടങ്ങിയേക്കാം. അങ്ങോട്ടല്ല, ഇവിടെ കർമ്മം ചെയ്യുന്നത്. ഇവിടെ അത് ശരി. കർമ്മിയപ്പോ സമയം കളയണ്ട, പെട്ടെന്ന് നടത്തിയാട്ടെ. ആയിക്കോട്ടെ. സാധനം മേടിച്ചോ? സാധനം ഇതൊന്നാം തീയതി ഇന്ന് തുറക്കത്തില്ല. ഇതൊന്ന് കഴിയോട്ടെ, ഞാൻ ഇവിടെ നേരം സംഘടിപ്പിച്ചോണ്ട് തരാം. അതല്ല, പൂജാ സാധനം മേടിച്ചോന്നു. ബിജു, പൂജക്കുള്ള സാധനങ്ങളെല്ലാം എല്ലാം മേടിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം കൂടെ നീക്കി വെച്ചോട്. പൗത്രം കെട്ടിയോ? പവിത്രൻ കെട്ടി. പൗത്രം കെട്ടിയതാ? പവിത്രം കെട്ടിയതാ? അന്ന് പവിത്രം കെട്ടിയതാ? അവൻ കെട്ടിയതല്ലേ? പൗത്രം കെട്ടിയതാ? പവിത്രം കെട്ടിയതാ? പൗത്രം കെട്ടിയാണോ? അതല്ലല്ലോ, പൗത്രം വളച്ചു കെട്ടിയോന്നു. പവിത്രൻ പ്രേമം വല്ലതും ഉണ്ടായിരുന്നു. കോളേജ് പഠിക്കുമ്പോൾ ഒരു പെണ്ണിനെ വളച്ചു കെട്ടിയതാ. പവിത്രം അവൻ വളച്ചു കെട്ടിയതാ. അതല്ലെന്ന് പവിത്രൻ ദർഭ. ഒരു മാസേ ആയുള്ളൂ. ദർഭം ഉണ്ടോന്ന് ചോദിക്കണമെങ്കിൽ അവനോട് ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ.
ഗർഭപ്പുല്ലുണ്ടോന്നാ ചോദിച്ചത്. എടാ വിജുവേ, ഗർഭപ്പുല്ല് എല്ലാം മേടിച്ചാ റെഡിയാണ്. എന്നാ ഈ പുല്ലൻ എടുത്തുകൂടാ ആ പുല്ല്. ഒന്ന് സമയം പോകുന്ന ആരാമത്തെ കർമ്മം ചെയ്യാനുള്ള ആരാമത്തെ കുളിച്ച് ഈർന്നായിട്ട് അങ്ങ് വരിക. മോനച്ഛനാ. മോനച്ഛനോ? മോന്റെ അച്ഛനാണ് കർമ്മം ചെയ്യുന്നത്. വരാൻ പറ. ഗൾഫിലായിരുന്നു അവൻ. ഗൾഫിൽ എന്നാ ജോലിയായിരുന്നു? ഗൾഫിലായിരുന്നു, ഇന്നലെ വന്നതേ ഉള്ളൂ. ഓ, മരിപ്പിന് വന്നില്ലേ? മരിപ്പിന് വന്നില്ല. അതെന്നാ? മരിപ്പിന് കയറിയതാ ഫ്ലൈറ്റില്. ഇന്നലെ ആ ഇവിടെ നെത്തിപ്പെട്ടത്. ആഹാ, എയർ ഇന്ത്യക്കായിരിക്കും. അങ്ങനൊരു ഗതികേട് അവൻ ചെയ്തു. പിന്നെ അവൻ റേഡിയോ ജോക്കിയാണ് അവിടുത്തെ. ശരിയാ ചോദിക്കോ? ആ റേഡിയോ ജാക്കി അല്ലേ? ജാക്കി അല്ല മനുഷ്യനെ, ജോക്കി. ജോക്കി അതായത് ഗെയിം ഷോ ഒക്കെ നടത്തത്തില്ലേ നമ്മള്, അതിന്റെ പരിപാടി. ഏഷ്യാനെറ്റ് FM-ലാ അവിടുത്തെ, ദുബൈയിലെ. എന്നാ വരാൻ പറ അവനോട്. മോനച്ചാ, ഈർന്നായിട്ട് വരണം. കുളിച്ചീർന്നായിട്ട് വരാം. മോനച്ചാ. നമസ്കാരം. ഞാനാണ്. ആണോ? ഇതാണ് നമ്മൾ പറഞ്ഞ മോനച്ചൻ. ഇതാണോ മോനച്ചൻ വരുന്നുണ്ട്, റേഡിയോ ജോക്കി. നേരെ ഇവിടെ അര മുഴുവൻ ജോക്കിന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പറയില്ല കേട്ടോ. നിങ്ങളെ കർമ്മം ചെയ്ത് വേണം. ഒരു കാര്യം ചെയ്യ്, അച്ഛനെ മനസ്സിൽ ധ്യാനിക്കുക. അറിയത്തില്ല. അറിയത്തില്ലെന്നേ. നിന്റെ അച്ഛനെ നിനക്ക് അറിയത്തില്ലടാവേ. എന്റെ അച്ഛനെ ഞാൻ കരുതി കർമ്മിയുടെ അച്ഛനായിരിക്കും. എടാ, നിന്റെ അച്ഛനല്ല ഇവിടെ വെണ്ണീറായിട്ട് കിടക്കണേ. നിന്റെ അച്ഛനെ മനസ്സിൽ ധ്യാനിക്ക്. ഇവിടെ ഇരിക്കുക, പിതാസനത്തിൽ ഇരിക്കുക. ഇവിടാണ്. കാല് പുറകോട്ട് വെക്കുക. എങ്ങനെ? കാല് പുറകോട്ട് പിതാസനത്തിൽ ഇങ്ങനെ ഇരിക്കുക. പിതാസനത്തിൽ ഇരിക്കുക. അച്ഛനെ മനസ്സിൽ ധ്യാനിക്കുക. ധ്യാനിച്ച്. അച്ഛന്റെ പേരെന്തുവാ? നിന്റെ അച്ഛനല്ല, ജാതകപ്പുളിയാണോ ഇതിനകത്തിരിക്കുക? അതല്ലേ അച്ഛന്റെ പേര് കണ്ടുപിടിക്കാൻ അതിന് മാർഗം വരാം. ഞാൻ ഈ റേഡിയോയിലാണല്ലോ, പറഞ്ഞില്ല ഗെയിം ഷോയുടെ ആളാ. അപ്പൊ കർമ്മിക്ക് എന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ ഞാനൊരു മാർഗം, അതൊരു ഗെയിം ഷോ നടത്താന്നേ. ഇത് പൊളിയുന്നോണ്ട് ഈ കർമ്മം പൊളിഞ്ഞു പോകും. അതല്ല ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത ഇത് ഇഷ്ടമല്ല പൊട്ടു. ഞാൻ ഉള്ള കാര്യം പറയാം. അവന്റെ ജോലിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ പറയുന്നത്, എന്തോ ചെയ്യുന്നത്. അത് ഞാൻ 2 ക്ലൂ തരാം. ആ ക്ലൂ വെച്ച് കർമ്മി എന്റെ അച്ഛന്റെ പേര് കണ്ടുപിടിക്കാം. ആയിക്കോട്ടെ. ആലിലയിലുണ്ട്, എന്നാ മൽബറിയിലില്ല. ചൊറിയമ്പുഴ അല്ല, ചൊറിയമ്പുഴ എന്നതായി പറയുന്നത്. അതൊന്നും ഒരു ക്ലൂ കൊടുത്താ. ഇനി ക്ലൂ വേണം. എന്നാ അടുത്ത ക്ലൂ പിടിച്ചു. ഓടക്കുഴലുണ്ട്, എന്നാ ഗാനമേളക്കാരനല്ല. രമണൻ. കർമ്മി രമണനും ഗമനല്ലോടാ, നീ ഇവിടെ പദപ്രശ്നം പറയാൻ വന്നിരിക്കുവാന്നോ? അച്ഛന്റെ പേര് പറഞ്ഞോളൂ, കൃഷ്ണൻ. കൃഷ്ണൻ അത് മര്യാദയ്ക്ക് പറഞ്ഞാ പോരെ, എന്നെ ഇട്ട് ചിറ്റിക്കിട്ട് കാര്യമുണ്ടോ? അച്ഛനെ നാളെന്തുവാ? ഇവര് തമ്മിൽ മുന്നാളാണ്. നാളെന്ന് വെച്ചാ ഇന്നാൾ ഇവിടെ കിടന്ന് ഭയങ്കര വഴക്ക് ചെയ്യുന്ന ഒന്ന് കേട്ടാ അല്ലോടി. ദിവസം ഇവര് മുന്നാൾ ഇവിടെ കീരിയും പാമ്പോ എപ്പോഴും മുന്നാളാണ്. കർമ്മി, എന്റെ നാള് മൂലം. അച്ഛൻ്റെ ആള് ചതയം. അപ്പൊ ചേച്ചി മൂലം ചതഞ്ഞു കിടക്കുന്ന ആളാണ്. അച്ഛൻ എടുക്കണല്ലേ? അതിപ്പോ എവിടുന്ന എടുക്കട്ടെ ആദ്യം? എവിടുന്ന ഇത് ആദ്യം എടുക്കട്ടെ? എവിടുന്നാണേ? പാദത്തിന്റെ ഭാഗത്തുനിന്ന്. പാദം എവിടെ? പാദല്ലേ ഇത്? അതോ ഇവിടുന്നായിരുന്നല്ലേ അച്ഛൻ എടുക്കട്ടെ? മോനച്ചാ, മോനച്ചാ, അസ്ഥി എടുക്കുമ്പോ അച്ഛന് നോവല്ലേ? ഇത് എന്ത് ഇടപാടാന്ന് നോക്കണേ. എടുക്കെടുക്ക്. പാദത്തിനല്ലേ? എടുക്കെടുക്ക്. ഇതെന്നാ കമ്പി എടുത്തല്ലേ? അറിയത്തില്ലേ? അച്ഛന് കഴിഞ്ഞ വർഷം ഒരു ആക്സിഡന്റ് സംഭവിച്ചേ. കാരെ കമ്പിട്ടായിരുന്നു. തമതി കമ്പിയാണ് ഇട്ടത്. എന്റെ കമ്മി ഈ കഴിഞ്ഞ ദിവസം ഇവനെ ഈ കമ്പി എടുക്കാൻ ആശുപത്രി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തുമാത്രം പൈസ ചെലവായനെ. ഇതിപ്പോ ഇലക്കം മുള്ളിലും കേട്ടില്ലാതെ നമുക്ക് എന്തുമാത്രം ആശുപത്രി എടുക്കാനായിട്ട് ചെലവാക്കണ്ടേ? ആ കമ്പിയൊക്കെ മാറ്റിട്ട് അല്ലെങ്കിൽ നിന്റെ കാലേക്കുള്ളൂ. അല്ല ഇനി എന്തിനാ എടുക്കണോ? ഇനി എന്തിനാ എടുക്കണോ? നീ എന്റെ അകത്ത് ഒന്നും എടുക്കണോ? കത്തിയോ കടാരയൊക്കെ കാണും. ഞാൻ മുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാരി ഇതിന് മുകളിലേക്ക് ഇടുക. ഇതിനകത്തോ? ഇതിനകത്തേക്ക് ഇടുക. നന്നായിട്ട് അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് വിറകിന്റെ മാവും കഷ്ണമാണെന്ന് തോന്നുന്നു. കിട്ടു ഇതങ്ങ് ഇങ്ങനെ ഇട്ടുക. ഈ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടെ ഇരിക്കാം. ഞാൻ പറയുന്ന പോലെ പറയുക. കൃഷ്ണൻ വലിപ്പാങ്കാലേന പ്രഭാതവേദിക്ക് മുന്നേന അസുഖം മൂലേന വാർത്തിക സഹജേന ആഹാ ഓഹോ. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതരസ്യ ഇതർ പിണ്ടസ്യ ചാണക്യസ്യ കർത്തസ്യ ആഹാസ്യ ഓസ ആസ്യ. ഇതെല്ലാം മെഴുക്കസ്യ എന്ന് പറഞ്ഞിരിക്കണം. നീ ഇതൊന്നുമല്ലേ ശ്രദ്ധിക്കുന്നില്ലേ? അല്ല ഇത് ഞാൻ ഏറ്റു പറയണമെന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റു പറയണ്ടേ? തന്നെ അതിനാ ഞാൻ പറയില്ലേ ഗെയിം ഷോയുടെ ആളാ ദുബൈയില് റേഡിയോയില്.
ഇപ്പൊ ഇത് ഞാൻ ഏറ്റു പറയത്തില്ല. ഞാൻ പറയുന്നത് വേണമെങ്കിൽ കർമ്മിക്ക് ഏറ്റു പറയാം. ഇത് വിജയിപ്പിക്കാനുള്ള ഒരു മാർഗം ഞാൻ പറയുന്നത്. നടക്കട്ടെ. ഇത് ആദ്യത്തെ അനുഭവം ആട്ടോ എനിക്ക്. അതെ, ഇനി ഉണ്ടാവും. പത്തനാപുരത്തൊരു ഉത്തരത്തിൽ 10 പച്ചത്തത്ത ചത്തുകൊത്തിയിരുന്നു. കൊള്ളാത്. എത്രയാ? 10 പത്തനാപുരത്തോ? നമ്മുടെ വരെ പോയാലും എന്തിന്? ഈ 10 പേര് കുത്തിയിരുന്ന് ചത്തുന്ന ആദ്യമായിട്ടാ കാണണേ. അവിടെ പോയിട്ട് എങ്ങനെയാ 100,000 രൂപയ്ക്ക് പഠിക്കാലോ. കമ്മീഷൻ തരാം. കൊള്ളാം. നടന്നു തന്നെ. ഒരു കാര്യം ചെയ്യാം. ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. പിണ്ടം എടുക്കുക. അതിലെടുത്തിട്ട് പിണ്ടം എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇവിടുത്തെ തെക്കെവിടെ? പടിഞ്ഞാറ് ഭാഗത്തുണ്ട്. തെക്കോ? തേക്ക് തേക്ക് തേക്ക്. തേക്കല്ല, തെക്ക്. തെക്ക് ഇവിടെ. എന്നോടാണോ ചോദിക്കുന്നത്? അല്ല, പിന്നെ ഞാൻ എന്നോട് ചോദിക്കണോ? ഞാൻ 2-3 വർഷമായില്ലേ ഗൾഫിൽ പോയിട്ട്. നീ ഗൾഫിൽ പോകണം വേണ്ടി ഇവിടെ അല്ലാന്നോ ചങ്ങാതി? അപ്പൊ നിനക്ക് അറിയത്തില്ല തെക്ക് എവിടെയാന്ന്? അവനിപ്പോ ഇവിടെ സ്ഥലത്തില്ലായിരുന്നല്ലോ, അപ്പൊ അവനെങ്ങനെ അറിയാൻ പറ്റും? തെക്കൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടി, ഞങ്ങളായിട്ട് വലയ്ക്കാതെ. അതിന്റെ ചില്ലറ വേറെ തരണം കേട്ടോ. തരാം തരാം, അതൊക്കെ തരാം. ആ ഭാഗത്താ തെക്ക്. ഇതെങ്ങനെ പിടിച്ച്? എടാ, എന്റെ വീട് തെക്കാണെന്ന് നിനക്ക് അറിയത്തില്ലേ? ഞാൻ രാത്രി 2 അടിച്ചിട്ട് ഇതും തെളിച്ചാ പോണത്. അപ്പൊ തെക്ക് കാണിച്ച തന്നെ യന്ത്രം ഏതാ? ഇതാ. അപ്പൊ അത് അങ്ങോട്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയിട്ട് എടുക്കുക. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് 3 പ്രാവശ്യം ചോറാ അറിയുന്നില്ല. ആ കാക്കയ്ക്ക് കൊടുക്കണം. കാക്കനെ വിളിക്കുക. ഈ ചോറങ്ങ് മാറ്റി വെച്ച് കാക്കനെ വിളിക്കുക. അയ്യോ, ഇതിനകത്ത് എന്നെ കൂടിട്ട് പോയിരുന്നെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാറുന്നേ. ശ്രീദേവി, ശ്രീദേവി, ഭാര്യയും ഭർത്താവിനും സ്വർഗത്തിൽ ഒരുമിച്ച് ചെല്ലാൻ പറ്റത്തില്ല. അതെന്താ? അവര് കേറ്റത്തില്ല. അതെന്താന്ന്? പിന്നെ അതിനെ സ്വർഗം എന്ന് വിളിക്കാൻ പറ്റുമോ? ആത്മഹത്യ ചെയ്യുവേ. ചേച്ചി ആത്മഹത്യ ചെയ്യരുത്. അതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ 2 ലഡുവും കൂടെ വാങ്ങിച്ചോണ്ട് വരാം. ഏതൊരു ശുഭകാര്യം ചെയ്യുമ്പോ അല്പം മധുരം നല്ലതാ. അതൊരു തിന്നിട്ട് വേണം എനിക്ക് ഷുഗറോടെ വന്ന് ചാവാൻ. ഞാൻ ആത്മഹത്യ ചെയ്യും. ശ്രീദേവി, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ പാവമാണ്. ആത്മഹത്യ മേലിൽ ചെയ്യുമെന്ന് പറയൂ പോലും ചെയ്യരുത്. ഇല്ല, വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ ഒന്ന് ചെയ്തോ, പിന്നെ ഇത് ആവർത്തിക്കരുത്. അപ്പൊ ആ പിണ്ടം അങ്ങ് മാറ്റി വെച്ച് കാക്കനെ വിളിക്കേ. കാക്കയ്ക്ക് കൂട്. നീക്കാണോ? ഇപ്പൊ കറിയൊന്നുമില്ല. ഞാന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ ചടങ്ങല്ലേ, പിന്നെ അറേഞ്ച് ചെയ്യാം. എന്നാ പരിപാടിയല്ല. എന്താ പരിപാടി? എന്താ പിന്നെ കാക്കയ്ക്കാന്ന് വെച്ചത്? അയ്യോ, ഈ കാക്കല്ല. എന്റെ കൊന്നെ, ഇത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ കാക്കല്ല, പറന്നു പോണ കാക്കയ്ക്ക്. ഞാൻ ഈ സൈക്കിളെ എന്നും പറഞ്ഞല്ലേ പോന്നു. സാധാ കാക്കയ്ക്കാണ് വിളിക്കണേ. വിളിക്കേ, കൈകൊട്ടി വിളിക്കേ. ഞാൻ വിളിക്കാം. തെക്കോട്ട് നോക്കി വിളി. വിളിക്കേ വിളിക്കേ. എന്നിട്ട് വിളിക്ക്. കാക്ക വല്ലതും മറന്നു പോയതാണെങ്കിലും. കർമ്മിയെ കാക്ക വരുന്നില്ലല്ലേ? കർമ്മം ശരിയായില്ല. കർമ്മം ശരിയായിട്ടില്ല. കർമ്മം ശരിയാത്ത എന്റെ കുഴപ്പമാണോ? പിന്നെ കർമ്മം കാക്ക വരുന്നില്ലല്ലോ. കാക്ക വരുന്നില്ലേ? പിന്നെ എന്നെ കർമ്മം ചെയ്യാൻ അതുകൊണ്ടല്ല ഇത് കർമ്മം ചെയ്യുന്നത് കുഴപ്പമല്ല. ഇത് കാക്ക വരാത്ത എന്താണെന്നറിയാമോ? ഇവിടെ നമ്മളിപ്പോ ഈ സ്റ്റേജിലൊക്കെ പരിപാടി കണ്ടിട്ടില്ലേ? ഒരാൾ ഇന്ന് പരിപാടി ചെയ്യുമ്പോ എത്രയോ ജനങ്ങളായിരിക്കുന്നത്. ഇപ്പൊ ഒരാൾ ഇന്ന് കൈയടിച്ച ആ പുള്ളിക്ക് ഒരു ഉഷാറ് വരുമോ? അത് ശരി. ഇപ്പൊ എല്ലാവരും ചേർന്ന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. വന്ന കാക്കനെ നിങ്ങൾ ഓടിച്ചു വിട്ടല്ലോ. എന്ത് പരിപാടിയാ കാണിച്ചേ? കാക്കയെ പ്രോത്സാഹിപ്പിച്ചല്ലേ. കാക്കാരാണ് ഇപ്പൊ വന്ന കാക്ക. ഇവിടുത്തെ കൃഷ്ണന്റെ ആത്മാവാ. അതായത് നിങ്ങളുടെ ഭർത്താവ്, ഇവന്റെ അച്ഛൻ, ആ വന്ന കാക്കനാണ് നിങ്ങൾ ഇപ്പൊ ഓടിച്ചു വിട്ടത്. എന്റെ കൃഷ്ണന്റെ ആത്മാവായിരുന്നു. അടുത്തിരുന്ന് പരിപാടി ഞങ്ങളടുത്ത് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അച്ഛനെ കൂടാതെ ഇങ്ങനൊരു പണി കാണിക്കല്ലായിരുന്നു കേട്ടോ. തല്ലി കൊല്ലണ്ടവനെ. നിനക്കാണോ സോക്കേട്? നിനക്കെന്താടാ? അവര് പറയുന്നത് കാര്യമുണ്ടോ? നിനക്കെന്താടാ സോക്കേട്? ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. എന്താ നിനക്ക്? ഞാനെന്താ? എന്താണ് നിനക്ക്? എന്താണ് നിനക്ക്? എന്റെ കുഞ്ഞെ, ഞാനൊക്കെ സമാധാനമായല്ലേ? അതൊക്കെ പേട് എങ്ങനെയാണ് കാക്കനെ നമുക്ക് വിളിച്ച് വരുത്താം. അതിനുമ്പാട് ഈ സാധനം ഇത് നിർമ്മാർജ്ജനം ചെയ്യണം. നിർമ്മഞ്ജനം എന്നാ ഇതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ചെയ്യണം. അതുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ കായലോ കടലോ വല്ലതും ഉണ്ടോ? കായം കടലോ അപ്പുറത്തൊരു കുളമുണ്ട്. മൊത്തം കുളമായിട്ടിരിക്കും. എന്നാലും വേണ്ടിയല്ലേ എടുക്ക്. തന്നെ എടുക്കും. ഞാൻ തന്നെ എടുക്കണോ? എന്നാ ഒരു കാര്യം ചെയ്യാം. ടൗണിൽ പോയിട്ട് 4 യൂണിയൻകാരെ വിളിച്ചോണ്ട് പോവാ. ഇത് ആരാന്നറിയാവോ? നിന്റെ അച്ഛനാ ഇത്. ഇവന്റെ അച്ഛനാണോ?
കുടത്തിനകത്ത് കയറിയിരിക്കാൻ അവന്റെ അച്ഛൻ മായാവിയോ? എന്തായാലും ലുട്ടാപ്പി കാണാതെ എടുത്തോണ്ട് പോകും. ആയിത്തരാ അല്ലെ അത് തുറന്നു കൂടി വന്നാ വേണ്ട. അയ്യോ കൊണ്ടോ എങ്ങോട്ടാ? നേരെ അങ്ങോട്ട് പൊക്കോ. അല്ല കണ്ടേ, ആ ഇതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി കഴിഞ്ഞാല് എന്റെ അച്ഛന് മോശം കിട്ടുമോ? ശാന്തി കിട്ടുമെന്നോ? ശാന്തി മുങ്ങിയിട്ട് പൊങ്ങിയ ശാന്തി കിട്ടും നിന്റെ അച്ഛന്. പൊങ്ങിയില്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ശാന്തി കിട്ടും. ഓ ഓ അപ്പൊ അതെ എന്റെ പരിപാടി കഴിഞ്ഞു, ഞാൻ പോകും. എന്റെ ദക്ഷിണ എന്നാന്ന് വെച്ചാൽ തന്നെ കർമ്മി ദക്ഷിണ വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പൊക്കോളാം. ദക്ഷിണം കൊണ്ട് പോയാ മതി. വേണ്ട, എനിക്ക് വേണ്ടെന്നേ. കർമ്മി ഇത്ര ദൂരം വന്നിട്ട് ദക്ഷിണ മേടിക്കാതെ വേണ്ട വേണ്ട, ദക്ഷിണാഫ്രിക്ക വേണ്ട, സൗത്ത് ആഫ്രിക്ക വേണ്ട, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുന്നുള്ള. കർമ്മി മേടിച്ചോണ്ട് പോവാൻ സമാധാനമായല്ലോ. ഞാൻ സത്യത്തിൽ ഞാനിത് വേണ്ട, ഒരു കാര്യം എന്റെ അടുത്ത് പറയണ്ട. സമാധാനമായല്ലോ. നിങ്ങൾക്ക് സമാധാനമായല്ലേ? നിങ്ങൾ ഇവിടെ എന്തോ അടുത്തിരുന്ന് ഇങ്ങനെ ചെയ്യരുതായിരുന്നു കേട്ടോ. നമ്മള് ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ അതിപ്പോ ആപത്തായോ? ഇതാ ഞാൻ ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ അയൽവീടുകളിൽ പോകാത്തത്. ഇപ്പൊ കഷ്ടമായല്ലോ ഇത്. വിവാത്തേ വെളിയോടെ പോയി കിടക്കുന്ന എന്റെ പൊന്നിക്കാ, നിങ്ങൾക്ക് എന്തിന്റെ കേടാ? എന്താണ്? ഒരു പറ നെല്ല് അവിടെ ഉണക്കാനിട്ടില്ലേ? അത് മൊത്തം വന്നാ കാക്ക തിന്നു. അതിനെ ഒന്ന് ഓടിച്ചു വിടാൻ. ഏത് കാക്ക? ഒരു കാക്ക വന്നത് മൊത്തം തിന്നു തീർക്കുന്നത്. അയ്യോ, ഇനി മേലെ അത് കാക്കയെന്ന് പറയരുത്. പിന്നെ അത് കാക്കയല്ല, പിന്നെ അതെന്റെ കൃഷ്ണനാണ്. നമ്മുടെ കൃഷ്ണൻകുട്ടിയാടി അത്. കൃഷ്ണൻകുട്ടിയോ? കൃഷ്ണൻകുട്ടിയുടെ ആത്മാവാണ് കാക്കയായിട്ട് ഇവിടെ വന്നത്. നെല്ല് മൊത്തം കൊത്തി തിന്നു കഴിയുമ്പോൾ കൃഷ്ണൻകുട്ടിയാന്ന് പറഞ്ഞാൽ മതി. നീ കുറച്ച് നെല്ലൂടെ അവന് വാരിയിട്ട് കൊടു, കുറച്ച് നെല്ലൂടെ വാരിയിട്ട് കൊടു. അവന് ഒരു 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 വിശപ്പും ഉണ്ടാകാൻ പാടില്ല. അവൻ വിശന്ന് കണ്ണും തലയും ഇറങ്ങി വന്നാന്ന് തോന്നുന്നു. കണ്ടോ എന്താ ശ്രീദേവി? കൃഷ്ണേട്ടാ, അയ്യോ എന്റെ കൃഷ്ണേട്ടൻ, എന്റെ കൃഷ്ണേട്ടൻ. നീ കണ്ടോ? എന്റെ കൃഷ്ണേട്ടനെ കണ്ടോ? ഈ പൊട്ട മനസ്സിൽ നിനക്ക് വല്ലതും തോന്നിയതായിരിക്കും. അല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ആ, നീ മാത്രമേ നന്ദനത്തെ CD 50 മാസം വെച്ചിട്ട് കണ്ടു കാണത്തുള്ളൂ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ. സുഖമോ ദേവി, സുഖമോ ദേവി. ജീവിച്ചിരുന്നപ്പോ മൂദേവി മൂദേവി എന്ന് വിളിച്ച ആളാ. ഇപ്പൊ കണ്ടില്ലേ സുഖമാണോ തിരക്കാൻ വന്നേക്കുന്നു. എങ്കിലും കാക്ക, നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ. ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം അല്ലല്ലോ. നീ ഒരു കാര്യം പറഞ്ഞു. നീ ഇങ്ങോട്ട് നോക്കേ. നീ എന്തോ പറഞ്ഞേ? ഞാനാണ് കൃഷ്ണനെ ഓടിച്ചു വിട്ടെന്ന്. നീ അങ്ങോട്ട് നോക്കേ. എന്തോ അവിടെ കാണുന്ന നോക്കേ. കൃഷ്ണൻ നിന്ന് നെല്ല് തിന്നുന്ന കണ്ടോ? കാക്ക, ഇത് ഒരുപാട് കാക്കയുണ്ടല്ലോ. ഇതിൽ ഏതാ എന്റെ കൃഷ്ണേട്ടൻ? ഇതൊരു പടയുണ്ടല്ലോ, 10 ഉണ്ടല്ലോ. ഇതെല്ലാം കൂടെ എന്തോ ഇങ്ങോട്ട് കയറി വന്നു. ശ്രീദേവി, നമ്മൾ അയൽവക്കക്കാരൊക്കെയാണ് കാര്യം ശരി. കൃഷ്ണൻ വരുവാണെങ്കിൽ ഇനി ഒറ്റയ്ക്ക് വന്നോളാൻ പറയണം. ഈ അലമ്പ് കമ്പനിയായിട്ട് മേലാൽ എന്റെ മുറ്റത്ത് വരരുതെന്ന് പറയണം. എന്റെ മുടിഞ്ഞ കാല ചത്താലും തീരത്തില്ല നിങ്ങളെ അലമ്പ് കമ്പനി.